ഫാദി എന്തോ ഫാദി ഇപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൂട്ടം ആളുകളായിട്ട് തിരിച്ചു പോകുന്ന പരിപാടിയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അവിടെ ഓഡിയൻസിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ, ഉമ്മാനെ ഉപ്പാനെ ഒഴികെ ആരെങ്കിലും ഒരാളെ, അത് ആ ഡാൻസേഴ്സിനെ ഒഴികെ വേറെ ആരെങ്കിലും ഒരാളെ പരിചയമുണ്ടോ നോക്കി നോക്കും. മുഖം ഉപ്പയുടെ എവിടെയെങ്കിലും കണ്ടുവരുന്ന പരിചയമുണ്ടോ? ഉപ്പയുടെ അപ്പുറത്തിരിക്കുന്ന ആളെ ഞാൻ സ്ക്രീനിൽ ഏതോ ഒരു റൗണ്ടിലോ സൽക്കാരത്തിലോ അതിലൊരു തലയും വാലും ഉണ്ടായിരുന്നില്ലേ? ആ, അതിലെ ഒരു വാലാണത്. നമ്മൾ ഉപ്പീത്താന്ന് പറയും. ഉപ്പീത്ത. ഉപ്പീത്ത എന്താ ആരാ? ഉപ്പീത്താന്ന് വെച്ചാ ഉപ്പയുടെ ആരോ, ഉപ്പയുടെ ഇത്ത ഒരു അനിയത്തിയാണ്. അതാണ് ഉപ്പീത്ത അല്ലെ? എനിക്ക് ഒരു ഉപ്പീത്തയുണ്ട്. ശരി, അവിടെ അതുപോലെ അടുത്തൊരിത്തിരിക്കുന്നതാണെന്നില്ല, അതെന്റെ അവരുടെ അയൽവാസിയാണ്. ഉപ്പീത്താന്റെ എത്ര സിസ്റ്റേഴ്സ് ഉപ്പയ്ക്ക്? ഒരു സിസ്റ്ററും ഒരു ബ്രദറും. ശരി, അപ്പൊ ഉപ്പീത്ത ഹായ്, എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങക്ക്? സാധാരണ കുക്കിങ്ങിലൊക്കെ ആണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ള വീഡിയോയില്. സാരല്ല, ഇത്തവണ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അടുത്ത തവണ നല്ലോണം സമയം എടുത്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടാ. ശരി ഫാദി, അപ്പൊ നമ്മൾ ഏത് പാട്ടാ പാടാൻ പോന്നെ? ഞാന് സീതാലിക്കുട്ടി മാസ്റ്റർ രചിച്ച ഹനീഫ മുടിക്കോട് ഇക്ക ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ് തേൻകുഴൽ കസ്തൂരിവാസം. അത് ബാദുഷയാണ് ആദ്യമായിട്ട് പാടിയിരിക്കുന്നത്. ഓ ഗ്രേറ്റ്. അപ്പൊ എന്തായാലും അതുപോലെയൊക്കെ തന്നെ ഇനി ഭാവിയിൽ കുറെ പാട്ടുകൾ ഫാദിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കേൾക്കണം. ഓക്കെ, നന്നായിട്ട് പാട് ഫാദി. ഗുഡ് ലക്ക്. താങ്ക് യു. Fatima
ತಗು ತಗು ಜಣುತು ಕದಿಕಿನ ತಾಂಗು ತಕ್ಕಿಡದೋ ತಾಂಗು ತಕ್ಕಿಡದೋ தேன் குழல் கஸ்தூரி வாசம் பூங்க மழுந்த மாறி தேவிகள் கரசு பெற்ற பாத்திமாவிதேனே വൻകടൽ മോസക്കകന്തോരൂപിനാൽ പിറീത് വെന്തുരുകും നിന്മനം പേരികൾ മികൈത് ചങ്കുവീടു വന്ന തീർത്തൂനെ അതും കടന്ന് ചേർക്ക വേണം സാഗരം പുകഴ്ന്ന് കയ്യല്ലെ പാപം പൊറുത്തും സ്ഥാനമാനം താൻ കൊടുത്തും വയലലവി കടുത്തും ഭംഗിയും ദയമുതിർത്തും താങ്കു തട്ടിമി തേങ്കു തയ്യക താം തകു തകു ജം ജഗു ജം താങ്കു തക്കിനതു കുതുകിന തകൃത തൊന്നരം തിമിർത തിണ്ടരം തകു തകു ജണുതു കദികിന താങ്കു തക്കിടതോ താങ്കു തക്കിടതോ തേൻ കുഴൽ കസ്തൂരി വാസം പൂങ്കമഴുந்த മാറി ദേവികൾ കരശു പെറ്റ ഫാത്തിമാവിതേനെ മണ്ഡലത്തിങ്കും കമളേ വിണ്ടലത്തുള്ളോർ പുകളേ സന്തതം ബ്രഹ്മത്തിനിലെ സങ്കടം ചൊൽവോർ കരുളേ താങ്കു തട്ടിമി തേങ്കു തയ്യക താം തകു തകു ജം ജഗു ജം താങ്കു തക്കിനതു കുതുകിന തകൃത തൊന്നരം തിമിർത തിണ്ടരം തകു തകു ജണുതു കദികിന താങ്കു തക്കിടതോ താങ്കു തക്കിടതോ തേൻ കുഴൽ കസ്തൂരി വാസം പൂങ്കമഴുந்த മാറി ദേവികൾ കരശു പെറ്റ ഫാത്തിമാവിതേനെ തേൻ കുഴൽ കസ്തൂരി വാസം പൂങ്കമഴുந்த മാറി ദേവികൾ കരശു പെറ്റ ഫാത്തിമാവിതേനെ. ഫാദി, എന്തോ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫാദി. പാട്ടിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാനല്ലേ പാടി നമുക്കറിയില്ല. എന്താ ചെയ്യാ? ഞാനല്ലേ പാടി എന്റെ പൊന്നോ. ജഡ്ജസ് കമോൺ, ഇതും കൂടെ ചേർത്ത് കമന്റ്സ് പ്ലീസ്. ഷബ്നം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു കോൺഫിഡൻസ് ലെവലിന്റെ ഒരു ഉന്മാദാവസ്ഥ എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ, ഒരു എക്സ്റ്റസി ഓഫ് കോൺഫിഡൻസ് ആണ് ഇത്. ഞാനല്ലേ പാടി എന്നൊക്കെ പറയുന്നത് അല്ലേ? വെറുതെ അറിയാതെ ചുമ്മാക്കിയതാ പറഞ്ഞു വെറുതെ. പോയതാ. പക്ഷെ അടിപൊളിയാട്ടോ, സൂപ്പർ. അത് നിന്റെ ഒരു സ്റ്റൈലാണ് ആ ഒരു പാട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഫാദിയാടേതായിട്ട് ഈ പാടുമ്പോൾ ഉള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടേ ഈ ഫ്രണ്ടിലോട്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ റിമി? അത് പിന്നെ അല്ലേ? ആ, ഇങ്ങനെ 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 ഇങ്ങനെ. അത് ഞാൻ അങ്ങനെ വേറെ ആർക്കും കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ അല്ലാതൊക്കെ കണ്ടിട്ടുണ്ട്. നിന്റെ മാത്രം സിഗ്നേച്ചറാണ് കേട്ടോ അത്. താങ്ക് യു. പൊരുളൈ എന്ന് പറയുന്ന സ്ഥലത്ത് അനുചരണത്തിലും ചരണത്തിലും അനുപല്ലവിയിലും ഒക്കെ അതേ സെയിം സ്ഥലത്ത് അടിപൊളി ഒരു സംഗതി പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മനസ്സിലായി കാണും അല്ലേ? വണ്ടർഫുൾ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോളെ. എപ്പോഴത്തെയും പോലെ തന്നെ നിന്റെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. താങ്ക് യു ഷബ്നം. ഷബ്നം ആക്ച്വലി ആ ഒരു പൊസിഷൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്താ തോന്നിയില്ലേ? കറക്റ്റ്, ആ മോഡുലേഷൻ വൈസ് ഞങ്ങളൊന്ന് ഞെട്ടി സത്യം പറയാൻ. അതെ, ഓക്കെ. അൻവർക്ക. ഫാദിയ കുട്ടി, എന്തോ നമ്മുടെ താളമേളം റൗണ്ടിലെ പക്ക ഒരു താളമേളം, ഇടിവെട്ട്, ചടുല സംഗീതം, പൊളി, നന്നായി. താങ്ക് യു. പിന്നെ ഇതിലെ താങ്ക് താങ്ക് അതായത് ഇങ്ങനത്തെ താങ്ക് തത്തിമി തേങ്കു തെയ്യക്ക താം തക്കും തകു ജം ജഗു ജണു താങ്കോ, ഇങ്ങനത്തെ ഈ ചൊല്ലുകൾ വരില്ലേ, ജതി പോലുള്ള ചൊല്ലുകൾ വരുന്ന അങ്ങനത്തെ ഇതിനകത്ത് സാധാരണ സംഗതികൾ വരാറില്ല അല്ലേ? പാട്ടിൽ ലിറിക്സ് വരുന്ന ഭാഗങ്ങളിൽ സാധാരണ സംഗതികൾ വരാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചൊല്ലുകളിൽ ഇടയ്ക്ക് സംഗതി വരുന്നത് ആദ്യമായിട്ട് ഞാൻ കേൾക്കണം. ഞാൻ ശ്രദ്ധിക്കാത്ത ഒന്നാണെന്ന് പറഞ്ഞുകൂടാ. എന്ത് ജണു ജണു തോം തഥിം കിണ ജണു തോം തഥിം കിണ താങ്കു തക്കിടതോ എന്ന് പറഞ്ഞിട്ട് അത് ഒരു 2-3 സ്ഥലത്തുണ്ടല്ലേ?
അതൊക്കെ ആ പാടിയ ഭാഗങ്ങളിലൊക്കെ നന്നായിരുന്നു മക്കളെ. താങ്ക് യു. അത് അത് ചടുല സംഗീതത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് അത് കൃത്യമായിട്ട് അത് എന്തായാലും ഇതിൻ്റെ മ്യൂസിക് ഹനീഫ മുടിക്കോട് അത് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. വളരെ മനോഹരമായിട്ട് പാടി. പിന്നെന്താ യൂഷ്വൽ നിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കൊള്ളാം, നന്നായിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച് അൻവർക്ക.